നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അങ്ങനെ കാത്തിരുന്ന് കോപ്പ അമേരിക്കയിലെ ബ്രസീലിൻ്റെ കളി ഇന്ന് രാത്രി 10 മണിക്കാണ് ബ്രസീലിയൻ സമയം രാത്രി 10 മണിക്കാണ് കളി. പക്ഷേ ഇന്ത്യൻ സമയം നമ്മൾ പറയുമ്പോൾ നാളെ രാവിലെ 6:30 ബ്രസീൽ കോസ്റ്ററിക്കയുമായിട്ട് കളിക്കുന്നത്. ഈ മത്സരത്തിലുള്ള ബ്രസീലിയൻ ടീം എങ്ങനെയാവും, ആദ്യ ലെവലിൽ ആരൊക്കെ, ഇതൊക്കെ ഇന്നലെ തന്നെ കോച്ച് ഡൊറിവാൾ ജൂനിയർ തുറന്നങ്ങ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക്, ടീം കോമ്പിനേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ബ്രസീലിലെ പ്രമുഖ മാധ്യമം അത് റിപ്പോർട്ട് ചെയ്തു. അല്ല, അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ഫ്രണ്ട്ലി മത്സരങ്ങളിൽ നിന്ന് ചെറിയ ചില മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തുകയാണ്. തീർച്ചയായിട്ടും ആദ്യത്തെ 2 മത്സരങ്ങൾ വളരെ പ്രധാനവുമാണ്. ട്രെയിനിങ് സെഷനുകൾ ഞങ്ങൾ നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ എദർ മിലിറ്റാവോയും അരാനയും കളിക്കും. ഗോൾ കീപ്പറായിട്ട് ആലിസൺ ആയിരിക്കും ഉണ്ടാവുക. ഇത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് കൺഫേം ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബ്രസീലിൻ്റെ ഒരു പ്ലേയിങ് 11 ഇങ്ങനെയാവും. ഗോൾ കീപ്പറായിട്ട് ആലിസൺ, ഡിഫൻസിൽ ഡാനിലോ, എദർ മിലിറ്റാവോ, മാർക്കിഞ്ഞോസ്, ഗുയർമെ അരാന, മധ്യനിരയിൽ ബ്രൂണോ ഗുയിമേറസ്, ജാവോ ഗോമസ്, ലൂക്കാസ് പക്കേറ്റ, മുന്നേറ്റങ്ങൾ നയിക്കാൻ റാഫീഞ്ഞ, റോഡ്രിഗോ, വിനി ജൂനിയർ. ഇതാണിപ്പം ബ്രസീൽ ഇന്ന് കളിക്കളത്തിലേക്ക് ഇറക്കാൻ പോകുന്ന ടീം എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ചേഞ്ചസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതൊരു ടെക്നിക്കൽ ചേഞ്ച് അല്ല, ഒരു ടാക്റ്റിക്കലായിട്ടുള്ള ചെറിയ മാറ്റം മാത്രമാണ്. ഈ മത്സരത്തിന് എന്ത് ഡിമാൻഡ് ചെയ്യുന്നുവോ അതനുസരിച്ചാണ് താരങ്ങൾ ഇറക്കുന്നത്. അപ്പോൾ അരാനയും മിലിറ്റാവോയും കുറച്ചുകൂടി ഫിറ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം ബെരാൽഡോയും വെൻഡലും കഴിഞ്ഞ ഫ്രണ്ട്ലി മത്സരങ്ങളിൽ നന്നായിട്ട് കളിച്ചിട്ടുമുണ്ട്. ഏതായാലും മുന്നേറ്റ നിരയിൽ വലിയ മാറ്റങ്ങളിലേക്കൊന്നും പോകുന്നില്ല. മികച്ച രൂപത്തിലുള്ള ഒരു പെർഫോമൻസ് ടീമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. 100% കളിക്കളത്തിൽ സമർപ്പിക്കും. ഈ ടൂർണമെൻ്റ് ഒരു ഡിമാൻഡ് അനുസരിച്ച് അങ്ങനെ സമർപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്ന് കോച്ച് ഡൊറിവാൾ ജൂനിയർ പറയുന്നു. ചുരുക്കത്തിൽ ഇന്നത്തെ ബ്രസീലിൻ്റെ 11 ഇങ്ങനെയാണ്. ഗോൾ കീപ്പറായിട്ട് ആലിസൺ ഉണ്ടാവും. സെൻറ്റർ ബാക്കുമാരായിട്ട് മാർക്കിഞ്ഞോസും എദർ മിലിറ്റാവോയും, അതായത് ബെറാൾഡോ ഇല്ല എന്ന് പറയുമ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിൽ കളിച്ച് പരിചയമുള്ള ആളുകളെ തന്നെ സെൻറ്റർ ബാക്കുമാരായിട്ട് ഇറക്കുന്നു. വലതുപാർശ്വത്തിൽ ഡാനിലോ വരുമ്പോൾ ഇടതുപാർശ്വത്തിൽ അരാനയായിരിക്കും ഉണ്ടാവുക. മധ്യനിരയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ജാവോ ഗോമസും ബ്രൂണോ ഗുയിമേറസും ഉണ്ടാവും. കളി മെനയാൻ ലൂക്കാസ് പക്കേറ്റയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. വലത് പാർശ്വത്തിൽ, മുന്നേറ്റത്തിൻ്റെ വലത് പാർശ്വത്തിൽ റാഫീഞ്ഞ, ഇടത് പാർശ്വത്തിൽ റോഡ്രിഗോ, മുന്നേറ്റങ്ങളുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് കുന്തമുനയായിട്ട് വിനി ജൂനിയർ. ഇതാണ് സ്റ്റാർട്ടിംഗ് 11. പിന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ എൻട്രിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ സൂപ്പർ സബായിട്ട് ഇറങ്ങുകയും ചെയ്യും. ഒരു കടുത്ത പോരാട്ടം എന്നെന്തായാലും കോസ്റ്റാറിക്കയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുകയാണ്. എങ്കിലും ബ്രസീലിൽ നിന്ന് ഒരു തകർപ്പൻ വിജയം, ഒരു മികച്ച തുടക്കം ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. കാത്തിരിക്കാം എന്ത് സംഭവിക്കും ഇന്നത്തെ ബ്രസീലിൻ്റെ പോരാട്ടത്തിൽ എന്ന് അറിയാൻ വേണ്ടി. ഒരു കാര്യം കൂടി വീണ്ടും ഓർപ്പിക്കുകയാണ്. ഇന്നെന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്നാണ് ഒഫീഷ്യലി കളി. പക്ഷേ ടൈം സോൺ ഡിഫറൻസ് വ്യത്യാസമുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ടൈം സോൺ ഡിഫറൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് നാളെ രാവിലെ 6:30 കളി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.